സമർപ്പിക്കുന്നേ കുശവന്റെ കയ്യിൽ മൺപാത്രം എന്നെ ഒന്നതി അടിയേണമേ കുശവന്റെ കയ്യിൽ മൺപാത്രം എന്നെ ഒന്നതി അടിയേണമേ ജീവിച്ചു ക്ഷീണിച്ചു പോകുന്നവരാണ്, നിസ്സാരമാക്കൽ കേൾക്കുമ്പോൾ നാം തളർന്നു പോകുന്നവരാണ്. നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മുടെ സ്ഥിതി നാം മനസ്സിലാക്കി ഹല്ലേലൂയ നാം ദൈവങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടോ ബലം കൊണ്ടോ ഒന്നുമല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മളെ നിർത്തിയിരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ആമേ സ്തോത്രം. നമ്മളെ നിർത്തിയിരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. ആമേ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ എത്രമാത്രം ക്ഷീണിച്ചെന്നും ഏതെല്ലാം പ്രതിസന്ധിയിൽ നമ്മൾ നിരാശപ്പെട്ടെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ആമേ സ്തോത്രം ചെയ്യുന്ന ഇന്ന് പകരം നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഇതെല്ലാം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ പദ്ധതിയാണ് നമ്മൾ പാടി കർത്താവിനെ നന്ദി പറയുന്നത്. ഹല്ലേലൂയ. ശ്രമങ്ങൾ ആമേ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ഹല്ലേലൂയ യിരെമ്യാവിനെ ദൈവം ആമേ കുശവന്റെ ഹല്ലേലൂയ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ദൈവം ആ കുശവന്റെ ആമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആലയിൽ വെച്ച് ദൈവം വ്യക്തമായി സംസാരിച്ചു. പറഞ്ഞൊറ്റ കാര്യം, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയത്തില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം പലയിടത്തും ചിതറിക്കിടക്കുമ്പോൾ ആമേ നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടാതെ, നമ്മുടെ തലമുറ രക്ഷയിലേക്ക് വരാതെ, നമ്മുടെ ഭർത്താവ് രക്ഷയിലേക്ക് വരാതെ എല്ലാം ചിതറിക്കിടക്കുമ്പോൾ പിശാച് സാഹചര്യങ്ങളെ നോക്കി വാഗ്ദത്തങ്ങളുടെ വെല്ലുവിളി ഉയർത്തുമ്പോൾ ആമേ സ്വന്തം നാം കേൾക്കുന്ന ഒരു ദൈവ ശബ്ദം മതി ആമേ വിശ്വസിക്കുന്നതിന്റെ മേൽ ആ വാഗ്ദത്തം ക്ഷണത്തിൽ അവൻ പ്രാപിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. കർത്താവേ എന്റെ തലമുറ ഹല്ലേലൂയ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാതെ പലയിടത്തും നമ്മുടെ പല വാഗ്ദത്തങ്ങളും ചിതറിക്കിടക്കുമ്പോൾ അതിനെ നോക്കി പിശാച് പലതും ഹല്ലേലൂയ ചിന്തിച്ച് ആമേ സ്തോത്രം അവന്റെ പല ആഗ്രഹങ്ങളും നമുക്ക് തീയമ്പ് പോലെ തുടുത്തി വിടുമ്പോൾ ആമേ സ്തോത്രം കർത്താവ് പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഏത് തകർന്നതിനെയും ഏത് വഴി ആമേ തെറ്റിപ്പോകുന്നതിനെയും ക്ഷണത്തിൽ രൂപപ്പെടുത്തി കർത്താവിന്റെ വാഗ്ദത്തത്തിലേക്ക് മാനപാത്രമായി കൊണ്ടുവരുവാൻ ദൈവം വിശ്വസനായിരിക്കുന്ന ദൈവമാണ്. ആമേ സ്തോത്രം ചെയ്തപോലെ കർത്താവിന്റെ വാഗ്ദത്തം കേട്ടിറങ്ങി ആ വാഗ്ദത്തത്തിന് വേണ്ടി പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഒക്കെ ഇരിക്കുന്ന നമ്മളോട് കർത്താവ് വളരെ വ്യക്തമായി സംസാരിക്കുക. ആമേ സ്തോത്രം. വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. അവൻ വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അവരെല്ലാം ക്ഷീണിച്ചു പോയപ്പോൾ ആമേ സ്തോത്രം ചെയ്യുന്ന ജനമെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി ആമേ യിരെമ്യാവിനോട് ദൈവം സംസാരിച്ചതാണ്, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതിന് മറുപടി യിരെമ്യാവ് പറയണം കർത്താവ്. അതുകൊണ്ട് തന്നെയാണ് ആമേ അസ്ഥിത്താനങ്ങളുടെ നടുവിൽ എസെക്കിയേലിനെ കൊണ്ടുവന്നിട്ട് കർത്താവ് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ഇതെല്ലാം ചോദിക്കുന്നത് എന്താ? നമ്മളൊരു സാധാരണ മനുഷ്യരെ നിലയിൽ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതെല്ലാം അസാധ്യങ്ങളുടെ മുമ്പിലേക്കാണ്. അവിടെ ദൈവം ഒറ്റ കാര്യം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിന്റെ വാഗ്ദത്തം വെളിപ്പെടേണ്ട സമയത്ത് ദൈവത്തിന്റെ അടുക്കൽ തന്നെ ദൈവശബ്ദമായിട്ട് ഇറങ്ങി വരുമ്പോൾ നാം വിശ്വാസത്തോടെ പ്രതികരിക്കണമെന്ന് ദൈവം വളരെ വ്യക്തമായി നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആമേ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ ഇരിക്കണം. അതിന്റെ പ്രത്യേകത എന്താ? ദൈവം എപ്പോ വന്നാലും നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും. എപ്പോ ദൈവം സംസാരിച്ചാലും നമുക്ക് വ്യക്തമായത് കേൾക്കുവാനും ആ ദൈവ ശബ്ദത്തോട് ഉചിതമായി പ്രതികരിക്കാനും ദൈവത്തിന്റെ കൈക്കീഴിൽ താണിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് തിരുവചനം പറഞ്ഞത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് നമ്മുടെ ഭാഗത്തൊരു ആ ഉത്തരവാദിത്തമുണ്ട്. എന്താണെന്നറിയാമോ? ആ കൈക്കീഴിൽ ഞാൻ നിങ്ങളും താണിരിക്കണം. ആ കൈക്കീഴിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ശബ്ദം കേൾക്കേണ്ടതുപോലെ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ആ ശബ്ദത്തോട് നമുക്ക് ഉചിതമായി പ്രതികരിക്കാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമുക്ക്
വരുന്ന പരാജയം, ആമേ സ്തോത്രം, നമ്മുടെ സാഹചര്യങ്ങൾ ദൈവിക പദ്ധതിയിൽ നമ്മൾ അകറ്റി നിർത്തുമ്പോൾ കർത്താവ് വരുന്നിടത്ത് പലപ്പോഴും നമ്മൾ ഉണ്ടാകാറില്ല. ദൈവശബ്ദം നമുക്ക് കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പല വാഗ്ദത്തങ്ങളും ഇങ്ങനെ നീണ്ടു പോവുക. ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങൾ ഇറങ്ങിയതായിരിക്കുന്ന നമ്മളോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ആ ബലമുള്ള കൈകൾ നീ താണിരിക്കുക. ആ കർത്താവിന്റെ കരങ്ങളിൽ നാം താണിരിക്കുക. ആ താണിരിക്കുന്ന വ്യക്തിയുടെ സ്വന്തം പ്രത്യേകത എന്താ? അവന്റെ നാവിൽ എപ്പോഴും കർത്താവിനെ കുറിച്ചുള്ള സ്തുതി ഉണ്ടായിരിക്കും. അവന്റെ വായിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ വരുന്ന കാരണം എന്താ? ഞാൻ ഇരിക്കുന്നത് എന്നെ ഉയർത്തുന്ന കർത്താവിന്റെ കരത്തില്. ഹല്ലേലൂയ. എന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ആ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ തിരിച്ചറിവുകൊണ്ട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ തുറന്ന് നമ്മളെ സംസാരിക്കുക.